പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളിലേക്ക് വാർത്തകൾ നിരന്തരം എത്തിക്കുന്ന ഞങ്ങളുടെ സഹപ്രവർത്തകർ അണിയറ പ്രവർത്തകർക്കിടയിലാണ് ഉള്ളത്. അപ്പോൾ കേരളത്തിലെങ്ങോ അങ്ങോളം ഇങ്ങോളം ആവേശമുണ്ടെന്ന് പറയുമ്പോൾ ലോകമെമ്പാടും ഇപ്പൊ ആഘോഷത്തിന്റെ നിമിഷത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനൊപ്പം നമ്മുടെ സ്റ്റുഡിയോയും ആവേശത്തിലാണ്. അപ്പൊ ആ സ്റ്റുഡിയോയുടെ ആവേശം കൊണ്ട് നമുക്ക് ഓരോന്നാക്കി പകരം. ആദ്യം ചേട്ടാ ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? പുറത്തു പോയി ഇല്ല പോട്ടെ. ചേട്ടനൊക്കെ ഹാർഡ് കോർ ബ്രസീൽ ഫാനാണ്. കാര്യം വർഷങ്ങളായിട്ട് ബ്രസീലിന്റെ ഫാനാണ് അല്ലേ ചേട്ടാ? നമ്മളത് അശ്വതി നമ്മൾ മനസ്സിലാക്കണമെന്നറിയോ, നമ്മളൊക്കെ കളി കണ്ടു തുടങ്ങാൻ തൊട്ട് ഒരു ടീമാണ്. അപ്പൊ സ്പെയിൻ കോടിക്കായി അടിപൊളി. ശരി വൈഷ്ണവേ, വൈഷ്ണവ് എങ്ങനെയുണ്ട്? ഫുട്ബോളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്നെങ്കിലും ഫുട്ബോള് ഫൈനൽ കാണുന്നുണ്ടെങ്കിൽ അതിൽ ഇന്ത്യൻ ടീം ഉണ്ടായിരിക്കണം എന്നാണ് എന്റെ ആഗ്രഹം. അതൊരു കൈയടി അശ്വിനി, ആരെ സപ്പോർട്ട് ചെയ്യും? അർജന്റീന. ഗോൾഡൻ ബൂട്ട് മെസ്സി എടുത്തില്ലെങ്കിലോ? എന്നാലും അർജന്റീന. മാഡം പറയൂ. മാഡം എന്താണ് പ്രതീക്ഷകൾ? ആര് കപ്പെടുക്കും? അർജന്റീന കപ്പെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അത്രേ ഉള്ളൂ. ആരെ ഏറ്റവും ഇഷ്ടപ്പെട്ട കളിക്കാരൻ ആരാ? മെസ്സി ഇഷ്ടമാണ്. ഫുട്ബോൾ അങ്ങനെ കാണുന്നതുകൊണ്ടൊന്നല്ല, ഫുട്ബോൾ പ്രേമിയല്ല ഞാൻ. മെസ്സി ഇഷ്ടമാണ്, അത്രേ. ഇത് നമ്മുടെ കുടുംബത്തിലേക്ക് അവസാനമായി എത്തിയ അതിഥിയാണ്. നല്ല നല്ല ഇൻട്രോ ഒക്കെ തന്നിട്ടുണ്ട്. പറഞ്ഞു, ആരെ സപ്പോർട്ട് ചെയ്യുന്നേ? എന്തുകൊണ്ട് സ്പെയിൻ? അശ്വതിക്ക് അത്ര 5 ചോദ്യം ചോദിച്ചപ്പോ 5ാമത്തെ ഒരാളെ കിട്ടിയിട്ടുണ്ട്. അതെ അതെ, പറയൂ. ഇഷ്ടമാണ്. എന്നെ ഇഷ്ടമാണ്, അതുകൊണ്ടാണ്. അനുക്കുട്ട പറ. അനുക്കുട്ട അത് പറഞ്ഞു പറയിപ്പിച്ചല്ലേ, സത്യസന്ധമായിട്ട് പറയാ. അനുക്കുട്ട ധൈര്യം വെച്ച് പറയാ. അനുക്കുട്ട നീ മൈക്ക് കൈ പിടിച്ചോ, പറഞ്ഞു. മെസ്സി കപ്പടിച്ച എന്ത് ഒരു ബെറ്റ് വെക്കാം. നമുക്ക് ഈ മീശ എടുത്താലോ? ബെറ്റുകൾക്കും നമ്മളില്ല അല്ലേ അനു? ഓക്കെ, ഇതിനു മുമ്പ് ആരുടെ ഫാൻ ആയിരുന്നു? റൊണാൾഡോ തോറ്റുകൊണ്ടാണ് നമ്മളിപ്പോ സ്പെയിനിലേക്ക് വന്നത്. അതെ, സമ്മർദ്ദത്തിൽ വഴിപ്പെട്ടാണ് സ്പെയിനിലേക്ക് വന്നത്. കാരണം ഇവിടുത്തെ ഫാൻസിന്റെ ഇടയിൽ അർജന്റീന സർവൈവ് ചെയ്യാൻ പറ്റില്ല. മറുപടി ഉണ്ടോ? കളി കഴിഞ്ഞായിരിക്കും മറുപടി. അത് ഗംഭീര മറുപടി ആയിരുന്നു. അശ്വിനി, അർജന്റീന ജയിക്കണം. എന്താ കരഞ്ഞോണ്ടൊക്കെ പറയുന്നത്? അങ്ങനെയെങ്കിലും ഇനി നമുക്ക് പോകേണ്ട ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടോ? നമ്മുടെ ലൈബ്രറിയും എഡിറ്റും. എന്റെ പോനെ, ഇവിടെയാണ് കട്ട മെസ്സി ആരാധകരുള്ളത്. ഇവരുടെയൊക്കെ മുഖം ഒന്ന് നമുക്ക് നോക്കി വെക്കാം, കാരണം ഇന്ന് രാത്രി കരയാനുള്ളതാണ്. നീ തന്നെ ലൈവാണ്. കളിയെ പറ്റി വലിയതായിട്ടൊന്നും അറിഞ്ഞൂടാ. അർജന്റീന ജയിക്കണം. ഏറ്റവും ഇഷ്ടപ്പെട്ട ആള് മെസ്സി ഭക്തൻ. മെസ്സി കപ്പ് എടുത്തില്ല എന്ന് വെക്കുക, എന്ത് ചെയ്യും? ഞാനൊന്നും ചെയ്യില്ല. മുടി വെട്ടാം. മുടി വെട്ടാം. അശ്വതി ഇത്രയും വലിയ രീതിയിൽ വെല്ലുവിളിച്ചല്ലോ, താങ്കൾ എന്ത് ചെയ്യും മെസ്സി കപ്പ് എടുത്തില്ലെങ്കിൽ? കപ്പ് എന്തായാലും മെസ്സി എടുക്കും, അതിൽ യാതൊരു സംശയമില്ല. ഞാൻ പറഞ്ഞേ, ഗാലറി മൊത്തം ഇന്ന് അശ്വതിക്ക് എതിരാണ്. അപ്പൊ നമുക്ക് അതുകൊണ്ട് ഒരു നല്ലൊരു എതിരാളിയെ നമുക്ക് കാണാം. അതായത് എന്ത് വന്നാലും അർജന്റീന പിന്തുണയ്ക്കുന്ന ഒരാൾ ഇരിപ്പുണ്ട്, ശരത്ത്. ശരത്ത് പറയുന്നത് ശരത്തിനൊരു ടാസ്ക് അങ്ങ് കൊടുത്തേക്കാം. ശരത്തെ, അശ്വതി ഒരു 5 അർജന്റീനിയൻ കളിക്കാരുടെ പേര് പറ. പറയൂ. ഞാൻ ഇവിടെ വ്യക്തമായിട്ട് പഠിച്ചിട്ടിരിക്കുകയാണ്. അശ്വതി, അതിന്റെ രസം എന്താ പറയാ, അതായത് ശരത്ത് ഇന്ന് രാവിലെയും കൂടെ എന്റെ പറഞ്ഞതെന്ന് വെച്ചാൽ എന്ത് വന്നാലും അർജന്റീന ജയിക്കുന്നു മാത്രമല്ല മെസ്സി അല്ല. ഇവിടെ ഒരു മിനിറ്റ്, എന്തായാലും തുടക്കത്തിൽ പോർച്ചുഗൽ ഫാനാന്ന് പറഞ്ഞിട്ട് പോർച്ചുഗൽ പുറത്തു പോയപ്പോൾ ഫ്രാൻസിലെ എംബാപ്പയെ സപ്പോർട്ട് ചെയ്ത് ഫ്രാൻസും പുറത്തു വെക്കാൻ ഇപ്പൊ സ്പെയിനെ സപ്പോർട്ട് ചെയ്യുന്ന അശ്വതി ചേച്ചിയെ പോലെ എന്തായാലും ഞാൻ ആവൂല. മെസ്സി ഗോൾ അടിച്ചാലും ഗോൾഡൻ ബൂട്ട് അടിച്ചില്ലെങ്കിലും എപ്പോഴും അർജന്റീന അല്ലാണ്ട് ചേച്ചിയെ പോലെ മാറ്റി മാറ്റി പറയൂല. അവൻ 5 പേരുടെ പേരറിയത്തില്ല. മിതു സ്പെയിൻ അല്ലേ? ഗാലറി സമ്പൂർണ്ണ വെച്ച അശ്വതി കടന്നാക്രമിക്കുകയാണ്. റൊണാൾഡോ ഫാൻ ആയിരുന്നോടാ? ഒരു ആശ്വാസം കിട്ടിയിട്ടുണ്ട് അശ്വതിക്ക്. സ്പെയിൻ കപ്പ് എടുക്കുമല്ലേ, ആഘോഷരാവ്. ഓക്കെ, അപ്പൊ നമുക്ക് അകത്ത് രാജേഷേട്ടനുണ്ട്. രാജേഷേട്ടൻ ഓടിവാ, സമയമില്ല, വരൂ. അല്ല, അകത്ത് മറ്റൊരു സ്പെയിൻ ഫാനുണ്ട്, ജോലിയുടെ തിരക്കിലാണ്. ഇനി നമുക്ക് കവിതയൊക്കെ ചൊല്ലാൻ കുറച്ച് പേരൊക്കെ തയ്യാറായിട്ടിരിക്കുന്നുണ്ട്. സമയം നോക്കിയിട്ട് നമുക്ക് ആലോചിക്കാം. ഇനി നമ്മുടെ റീൽസ് താരം, വൈറൽ താരം അഞ്ജനയുണ്ട്. അഞ്ജന, ആര് കപ്പെടുക്കോടാ? മെസ്സി അടിക്കും. അഞ്ജന, നമ്മളെ ഇപ്പം പണ്ട് തൊട്ട് എല്ലാവരും പറയുന്നത് ഈ ബ്രസീൽ അർജന്റീന അങ്ങനെ ഇപ്പം നമ്മളെ കൊച്ചിലെ വളർന്നു വന്നത് തൊട്ട് ഈ 2 പേര്, അതിന് പുറത്ത് വന്ന ഒരു പോർച്ചുഗൽ എന്നൊരു പേരാണ് പിന്നീട് വന്നിട്ടുള്ളത്.
വേറെ ഏതെങ്കിലും ടീമിനെ അങ്ങനെ ഒരു അതായത് നാലാമത് ടീമായിട്ട് കണ്ട് അങ്ങനത്തെ ഒരു ഇത് തോന്നിയിട്ടുണ്ടോ? ഒന്ന് ഞാൻ അധികം ഫോളോ ചെയ്യുന്ന ആളല്ല. എങ്കിലും ഇപ്പൊ ഞാൻ ഇന്ത്യയിൽ നിന്നൊരു ടീം വേണ്ടേ? വേണം, പിന്നെ അത് നമ്മുടെ അഭിമാനം അല്ലെ, നമ്മൾ കാത്തിരിക്കുന്ന ഒരു അങ്ങനെയാണെങ്കിൽ കാര്യമാണ്. പിന്നെ CR7 പേഴ്സണലി CR7 എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതെ, പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ നോക്കുമ്പോൾ മിശിഹ കപ്പടിക്കാനാണ് സാധ്യത കൂടുതൽ. അപ്പോൾ വീണ്ടും കപ്പടിക്കട്ടെ, നമുക്ക് സന്തോഷം. താങ്ക് യു അഞ്ജന, താങ്ക് യു. അഭിരാമി ആര് കപ്പടിക്കും? ആര് കപ്പടിച്ചാലും സന്തോഷം. ആര് കപ്പടിച്ചാലും ഞാൻ പണിയെടുക്കും, അതാണ്. Yes. അശ്വതി, ഇനി നമുക്ക് നമ്മൾ പറയുമ്പോഴേ ഒരു കാര്യം പറയണം. അതായത് ഇപ്പം അഞ്ജനയായാലും വൈഷ്ണവായാലും പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഇന്ത്യ കളിക്കുന്ന ഒരു സമയം വരും, ഇന്ത്യക്കായി പിന്തുണയ്ക്കണം. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയാം അശ്വതി, അതായത് ഇപ്പം നമ്മൾ മലപ്പുറത്തായാലും തൃശ്ശൂരായാലും വലിയ കട്ടൗട്ടുകൾ വയ്ക്കുന്നു, അർജന്റീനയ്ക്കും ബ്രസീലിനാച്ചും ഭയങ്കര ആരാധക വൃന്ദങ്ങൾ ഉണ്ടാകുന്നു, ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ഒരു വലിയ കൂട്ടം ആളുകൾ. അപ്പം ഇത് ഇന്ത്യൻ ടീം നിലവിൽ കളിക്കാത്തത് കൊണ്ടാണ് അത്തരത്തിലേക്ക് ഈ എന്താ കളിക്കാരുടെ അതായത് സ്നേഹങ്ങളെ പിരിഞ്ഞു പോകുന്നത്. ഒരു ആലോചിച്ച് നോക്കുക അശ്വതി, ഇന്ത്യൻ ടീം ഉണ്ടെങ്കിൽ നമ്മള് എനർജി ഇതൊന്നും അല്ല. ഇന്ത്യൻ ടീമാണ് കളിക്കുന്നതെങ്കിൽ ഈ മറ്റ് സപ്പോർട്ടേഴ്സ് എല്ലാം ഇന്ത്യയിലേക്ക് വരികയും ഭാരതത്തിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആവേശം എന്തുമാത്രമായിരിക്കും സോഷ്യൽ മീഡിയ. ഗൈസ്, ഇനി ഞാൻ പരിചയപ്പെടുത്താൻ പോണ എന്റെ പേഴ്സണൽ ഫേവറേറ്റ് അഖിൽ ചന്ദ്രൻ. നിങ്ങൾ ഈ കാണുന്ന ഗ്രാഫിക്സ് എല്ലാം കുത്തിയിരുന്ന് ഉണ്ടാക്കുന്ന ആളാണ്. അഖിലേ, ആര് ജയിക്കും? അർജന്റീന. ചതിച്ചു. അല്ല, മെസ്സി കപ്പെടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യാം? അല്ല, ഇത്രയും നാളെ ഒരുപാട് കാർഡുകളൊക്കെ ചെയ്തല്ലോ, എന്താണ് ആ ഒരു അനുഭവം? പ്രത്യേകിച്ചൊന്നും പറയില്ല. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. മെസ്സി കപ്പെടുത്തില്ലെങ്കിൽ ഒരു ബെറ്റ് അങ്ങനെ വെച്ചാലോ? ഓക്കെ. ഇനി മറ്റൊരു പേഴ്സണൽ ഫേവറേറ്റ് ആണ്, എനിക്ക് വേണ്ടി ഒരുപാട് കാർഡുകൾ ചെയ്ത് അഹോരാത്രം ഊണും ഉറക്കമൊക്കെ മാറ്റിവെച്ച അഖിൽ ബാബു ആണ്. അഖിൽ ബാബു സ്പെയിന്റെ കട്ട ആരാധകനാണ്. അഖിലെ, എന്താണ്? അർജന്റീന ഫാനാണ്. അർജന്റീന കപ്പെടുക്കും, പിന്നെ കണ്ടോളാം, തൂക്കിയിരിക്കും. ഓക്കെ. പ്രേക്ഷകർ നമ്മൾ ഇന്ത്യയെ പറ്റി പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഭാരതത്തെ പറ്റി പറയുമ്പോൾ ഞാൻ എപ്പോഴും ഒരു നേഷൻ ഫസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ ഭാരതത്തെ എത്രത്തോളം സ്നേഹിക്കണമെന്ന് പഠിച്ചത് ഇവിടെ നിന്നും ഒരാളിൽ നിന്നാണ്. അതാണ് നമ്മുടെ ന്യൂസ് ഫ്ലോറിൽ തീപ്പൊരി പാറിക്കുന്ന ഗൗതം ആനന്ദനാരായണൻ. ഗൗതം ചേട്ടാ, എന്താ പ്രതീക്ഷകൾ? ആര് കപ്പടിക്കും? ആര് കപ്പടിക്കും ഞാൻ അങ്ങനെ ഇത് ശ്രദ്ധിക്കാറില്ല. ഇത് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ രാജ്യം കളിക്കുന്ന ഒരു സമയത്ത് മാത്രമേ എനിക്ക് അത്രത്തോളം വലിയൊരു ആവേശം ഉണ്ടാകാറുള്ളൂ. പിന്നെ ഇന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് സ്പെയിൻ ജയിക്കണം, കാരണം ഈ ഡെസ്കിലൊക്കെ അർജന്റീനക്കാരുടെ ഒരു നെകളിപ്പിച്ചിട്ട് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് സ്പെയിൻ ജയിക്കണമെന്നുണ്ട്. ഓക്കെ, താങ്ക് യു ഗൗതം ചേട്ടാ, താങ്ക് യു സോ മച്ച്. നമ്മുടെ വിശ്വാസം നമ്മളെ രക്ഷിക്കും. ഭാവിയിൽ ഇന്ത്യയിൽ നിന്ന് ഒരു ടീം വന്നാൽ ഉറപ്പായിട്ടും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോഴേ നടക്കുന്നുണ്ട്. ഫുട്ബോളൊക്കെ കളിക്കാറുള്ള ആളാണോ? ഇല്ല, ഞാൻ ഭയങ്കര ക്രിക്കറ്റ് കളിക്കാരനാണ്. എനിക്ക് ഫുട്ബോൾ ഒട്ടും കളിക്കാൻ അറിയില്ല. ക്രിക്കറ്റ് ആണെങ്കിൽ നമ്മൾ പൊളിക്കും. ക്രിക്കറ്റിൽ ആരാ ഇഷ്ടം? ക്രിക്കറ്റിൽ ഇപ്പോൾ ഇഷ്ടം തിലക് വർമ്മയാണ് ഇഷ്ടം. നേരത്തെ വീരേന്ദ്ര സെഹ്വാഗിനായിരുന്നു ഇഷ്ടം. ഇപ്പൊ തിലക് വർമ്മ ഫേവറേറ്റ്. ഓക്കെ, താങ്ക് യു സോ മച്ച് ചേട്ടാ. ദൃശ്യ ചേച്ചിനെ വിനോദേട്ടനെ ഞാൻ ഇങ്ങോട്ടേക്ക് വിളിക്കാം. നിതീഷ് ചേട്ടൻ എന്തൊക്കെയോ പറയാനുണ്ട്, പറ നിതീഷ് ചേട്ടാ. ഇല്ല, ഞാൻ അശ്വതിയുടെ ആവേശം, അതായത് ഞാൻ അശ്വതി ആവേശം കുറയാതിരിക്കാൻ വേണ്ടി ഞാൻ ഇന്ററപ്റ്റ് ചെയ്യാതിരിക്കുകയായിരുന്നു. കാര്യം ഗൗതം ചേട്ടൻ്റെ അടുത്ത് ചോദിക്കുന്നതായാലും ഇവരോട് ചോദിക്കുന്നതായാലും ആ ആവേശം ചോരാൻ പാടില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് അപ്പൊ ഞാൻ ഇതാ മൈക്ക് തന്നിരിക്കുന്നു. ഇനി നമുക്ക് PCR ടീമിനെ കൂടി ഇങ്ങോട്ടേക്ക് ഇറക്കണം. PCR ഇറക്കുന്നതിന് മുമ്പ് നമ്മള് വിനോദേട്ടനും ദൃശ്യേച്ചി. വിനോദേട്ടൻ നമ്മുടെ കാഥികനാണ്, കലാകാരനാണ്. അതെ, പിന്നെന്താണ്? അതെ, കവിയാണ്, നിമിഷ കവിയാണ്. അപ്പൊ വിനോദേട്ടനെ നമ്മൾ ഇങ്ങോട്ട് ക്ഷണിക്കുന്നു. വിനോദേട്ട, ഒരു മിനിറ്റ് ഓടിവാ. അശ്വതി, ഈ നമ്മുടെ ഈ ഫൈനൽ അടുത്ത സമയത്ത് വിനോദേട്ടൻ ഇവിടെ ഒരു കവിതയൊക്കെ പാടുന്നത് നമ്മൾ കേട്ടായിരുന്നു, അതായത് അർജന്റീനയെ പുകഴ്ത്തിക്കൊണ്ട്. അതിന്റെ 2 വരി. ഇന്നലെ ഈ ഫുട്ബോളിന്റെ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞപ്പോഴേ അശ്വതി ഈ പറഞ്ഞ സ്പെയിന്റെ ആരാധികയാണെങ്കിലും എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞ മെസ്സിയാണ് ഭയങ്കര താല്പര്യം. അങ്ങനെ മെസ്സിയെ പറ്റി ഒരു ചെറിയ കവിത കൊണ്ടുവരാമെന്ന് അങ്ങനെ പറഞ്ഞത് കൊണ്ട് എഴുതിയതാണ്. ആഗോള കവിതയൊന്നുമല്ല, നമ്മുടെ പരിപാടിക്ക് വേണ്ടി മാത്രം. അത് പാടുമ്പോ അതിന് ആവേശം കൊടുക്കണം കേട്ടോ. 4 വരി. യെസ്, 4 വരി. അർജന്റായി ജയിക്കുമീ അർജന്റീനയുടെ മാസാണു മെസ്സി, ലേണാണ് ലേണൽ മെസ്സി, സിംഹമാണു മെസ്സി, സാക്ഷാൽ ലയണാണു മെസ്സി. സമ്മതിക്കില്ല. ആര് പറഞ്ഞു? കാൽപന്തിന്റെ തമ്പുരാനെ സ്വർണഗോളമടിച്ചു നീ സിംഹാസനം വാഴുക. ഓക്കെ, ശരി, സിംഹാസനം സ്പെയിൻ എടുക്കും. അശ്വതി, നേരത്തെ നമ്മുടെ ഗൗതം ചേട്ടൻ പറഞ്ഞില്ലേ ഈ അർജന്റീന അതിപ്രസരം ഉണ്ടല്ലോ ഈ സ്റ്റുഡിയോയ്ക്കകത്തുള്ള,
ആ അർജന്റീന അതിപ്രസരമാണ് ഇപ്പൊ ഈ വിനോദേട്ടനോട് ഇപ്പൊ പുറത്തോട്ട് വന്നത്. അപ്പുറത്തെ നമ്മളൊരു സൈഡ് പോയ സമയത്ത് സമ്പൂർണ്ണമായിട്ടും ഈ അർജന്റീന ഫാൻസിന്റെ ഒരു അതിപ്രസരമായിരുന്നു. അതിന്റെ അവസാന കണ്ണിയാണ് ഇപ്പം ഈ സംഗീതത്തിലൂടെ ഈ കവിയിലൂടെ പുറത്തു വന്നത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ PCR ഒരു പറ്റ ആളുകളുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മളെ പ്രൊഡ്യൂസർ സൂര്യ ചേച്ചിയുണ്ട്, വിഷ്ണു ചേട്ടനുണ്ട്. വിഷ്ണു ചേട്ടാ എന്താ പറയാനുള്ളത്? ഈ അവസാന നിമിഷത്തിലാണ് ശരിക്കും പറഞ്ഞ ആവേശം വരുന്നത്. പ്രത്യേകിച്ചും ആരാധകരല്ല, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഫുട്ബോൾ പ്രേമി അങ്ങനെയൊന്നും അല്ല, പക്ഷേ അവസാന നിമിഷം എല്ലാവരുടെയും ആവേശത്തോടു കൂടി നമ്മളും ജോയിൻ ചെയ്യുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മൾ ഈ ഫുട്ബോൾ വേൾഡ് കപ്പിന്റെ ഏറ്റവും ഭംഗിയേറെ നിമിഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കളി ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആളുകൾ, അല്ലെ ഫുട്ബോളിനെ കുറിച്ച് ഏറ്റവും ബേസിക് ആയിട്ട് കാര്യങ്ങൾ മാത്രം അറിയാവുന്നവർ പോലും ഇരുന്ന് അവസാനം ഫൈനലിൽ കാണുന്ന ഒരു അവസരമാണ്. അതായത് എല്ലായിടത്തും സ്ക്രീനുകൾ വെച്ച് അത് സമ്പൂർണ്ണ ഒരു ആഘോഷമാക്കി. ഇന്ന് നാളെ സ്കൂളുകൾ പോലും അവധിയാണ്. അപ്പൊ അതിന്റെ ഭാഗമാവുകയാണ് വിഷ്ണുവേട്ടൻ. അതെ ഈ പറയുന്ന പോലെ കഴിഞ്ഞ ഇതേപോലെ ലോകകപ്പ് വന്നപ്പോഴും ഏറ്റവും അവസാന നിമിഷമാണ് കൂടുതൽ ആവശ്യത്തോടെ ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ പോയി ഈ പറയുന്ന പോലെ പുറത്തുള്ള ആഘോഷങ്ങൾ സ്ക്രീനിലൊക്കെ പോയി കണ്ടത്. ഇപ്പം ഇത്തവണ അതേ ആവേശം തന്നെയാണ് ഉള്ളത്. പുറത്തും ആഘോഷങ്ങൾ എന്തായാലും ഉണ്ട്. ഒരു സമയം കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ ഡ്യൂട്ടി കഴിഞ്ഞാലും അതിന്റെ കൂടെ പോകണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പം എന്തായാലും അർജന്റീന ജയിക്കും എന്നുള്ളൊരു ഇത് തന്നെയാണ് സംസാരിച്ചത്. അർജന്റീന ജയിക്കൂല. ഇത് ഇയാളെ ഞാൻ സ്പെഷ്യലായിട്ട് പരിചയപ്പെടുത്തി. കാരണം ആഗോളാരവം എന്നൊരു പ്രോഗ്രാം അത് തുടങ്ങാൻ അതിന്റെ പ്രൊഡ്യൂസർ, നിങ്ങൾ ഈ കാണുന്ന ബുദ്ധിക്കൊക്കെ ബുദ്ധികേന്ദ്രമാണ്, നമ്മളോടൊക്കെ എന്നോടൊപ്പം എപ്പോഴും ഓടി നടന്ന് എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യുന്ന ആളാണ് നമ്മുടെ സൂര്യ ചേച്ചിയാണ്, നമ്മുടെ സ്വന്തം പ്രൊഡ്യൂസർ. ആര് ജയിക്കുമെന്ന് ചോദിക്കുന്നില്ല നമ്മുടെ പ്രോഗ്രാം. ഞാനും അർജന്റീനയെ പറയുള്ളൂ. ഞാൻ വലിയ ഫുട്ബോൾ ആരാധികയൊന്നും അല്ല, പക്ഷെ ഞാൻ കളി കാണും. എൻ്റെ വീട്ടിൽ ഭയങ്കര കളിക്കാരിയുണ്ട്. അപ്പോൾ മോള് ഭയങ്കര ഫുട്ബോൾ പ്ലെയർ ആണ്. അപ്പോൾ അവൾക്ക് ഇഷ്ടം റൊണാൾഡോയാണ്, പക്ഷെ എനിക്കിഷ്ടം മെസ്സിയാണ്. അപ്പൊ ഞങ്ങള് ഭർത്താവിന് ഇഷ്ടം നെയ്മറാണല്ലേ? അതെ, ഒത്തൊരുമയുള്ള ഒരു കുടുംബമാണ്. നമുക്ക് ഭർത്താവിനെ കൂടി വിളിക്കാൻ തോന്നും. രാജീവേട്ടാ, എടുത്ത ഹെഡാണ് നമ്മുടെ, ഓടിവാ. അത് രാജകീയമായി ഇങ്ങനെ വരുള്ളൂ, രാജകീയമായി നടന്നെത്തുകയുള്ളൂ. എങ്ങനെയുണ്ട് പ്രോഗ്രാം? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം നമ്മൾ ഇപ്പം ഞാൻ ഇതിന്റെ പുറകിൽ നിന്നേ ഉള്ളൂ. അശ്വതി തന്നെയാണ് ഫുൾ എഫേർട്ട് എടുത്തത്. കേട്ടില്ലേ? സ്വന്തം പുകഴ്ത്തിനിടയിലെ അത് ഒരു ചെറിയ കുടുംബ പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ അതിനൊരു രാജീവേട്ട മറുപടി പറയട്ടെ. രാജീവേട്ടാ, ബ്രസീൽ ഫാൻ നെയ്മർ ഇതാ ഇവിടെ പ്രേക്ഷകർ ക്വാർട്ടറിലോ നോക്കൌട്ടിലോ ഗ്രൂപ്പ് സ്റ്റേജ് പുറത്തായി. ഞാൻ നെയ്മറാണ് ഇഷ്ടം. ഇപ്പൊ ഞാൻ സ്പെയിൻ്റെ കൂടെ. അപ്പൊ ഇത്തവണ സ്പെയിൻ കപ്പടിക്കുന്നതാണ് പഠിക്കാനാണ് ആഗ്രഹം. പക്ഷെ അർജന്റീന ആയിരിക്കും കപ്പ് കിട്ടും. ഒരാഗ്രഹം നടക്കില്ല. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഫുട്ബോൾ ആവേശങ്ങൾ. അപ്പോൾ ഇതിന് പിന്നിൽ ക്യാമറ ചലിപ്പിച്ച് നമ്മുടെ വിഷ്ണു ചേട്ടനുണ്ട്, അതുപോലെ തന്നെ PCR-ലൊക്കെ ഒരുപാട് പേര്, നമ്മുടെ അനീഷ് ചേട്ടനുണ്ട്, അരുൺ ചേട്ടനുണ്ട്, ആദർശ് ചേട്ടനുണ്ട്, എല്ലാവരും ഉണ്ട്, അജിത്തേട്ടനുണ്ട്, ഗോപികയുണ്ട്. ഇനി നൈറ്റ് ഷിഫ്റ്റിലെ ഒരു വമ്പൻ ടീം വരാനിരിപ്പുണ്ട്. അതായത് ഫുട്ബോളുകളെ സ്നേഹിക്കുന്ന എല്ലാ കളിയും, അതായത് ഈ വേൾഡ് കപ്പിന് പുറമെ എല്ലാ ക്ലബ്ബ് മത്സരങ്ങളും എല്ലാ ചെറിയ കളികളും എല്ലാ ക്വാളിഫയേഴ്സും എല്ലാം കണ്ട് അതിന് അഭിപ്രായങ്ങൾ പറയുകയും അതിനായി ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അവൻ നമുക്ക് അടുത്ത റൗണ്ടിൽ, അതായത് ആഗോളാരവത്തിന്റെ 2ാം ഭാഗത്ത് അവര് പ്രേക്ഷകർ ചിന്തിക്കുന്നുണ്ടാകും എവിടെ അനൂപ് ചന്ദ്രശേഖരൻ എന്ന് ചിന്തിച്ചേക്കാം. പ്രേക്ഷകർ ഇനി നമ്മൾ ഇത്രയും വലിയ ആവേശം പ്രേക്ഷകരെ എത്തിച്ചു. പക്ഷെ നമ്മൾ ഇനി 7 മണി മുതൽ 8 മണി വരെ ഈ ഫുട്ബോൾ വിശകലനമാണ്. വളരെ വ്യക്തമായ ആഴത്തിൽ ഇഴകീറിയായിരിക്കും നമ്മൾ പരിശോധിക്കുന്നത്. ഫാക്ട്സ്, ഫുൾ ഓഫ് ഫാക്ട്സ്. വീണ്ടും 9:30 മുതൽ 12 മണി ആവേശത്തിന്റെ കൊടിമുടിയായിരിക്കും. അപ്പോൾ പ്രേക്ഷകർ സ്റ്റേ ട്യൂൺ. ആഗോളാരവത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? തൽക്കാലത്തേക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇനി 7 മണിക്ക് കാണാം. ഓക്കെ, ബൈ ഗൈസ്.